اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ക ഖദരിക വമിഖ്ദാരിക്കൽ അളീം. ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ ത്വആമിൽ മുഅ്മിനീന ഫീ സമനി ദജ്ജാൽ, ദജ്ജാലിൻ്റെ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്കുള്ള ഭക്ഷണം എന്താണ്? കാരണം ദജ്ജാലിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സമനല്ല. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും കാലഘട്ടമായിരിക്കും. ഇന്ന് ലോകത്തുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ പലതും അള്ളാഹു നൽകിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെന്ത് ചെയ്യും? ഒരു ബ്രേക്ക് ചെയ്യും. ഇന്ന് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ സമ്പന്നതയിലും സുഖലോലുപതയിലും ജീവിക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? ആ സമ്പന്നതയും സുഖലോലുപതയൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്ന അല്ല. അതൊക്കെ അള്ളാഹു തആല ബ്രേക്ക് ചെയ്യുകയും ചിലതിനെ അള്ളാഹു തആല ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഖൽഅ് ചെയ്യുകയും ചെയ്യും. അള്ളാഹു തആല ഇല്ലാതെയാക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അൻ ത്വആമിൽ മുഅ്മിനീന ഫീ സമനി ദജ്ജാൽ, ദജ്ജാലിൻ്റെ കാലത്തിൽ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്കുള്ള ഭക്ഷണത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ത്വആമുൽ മലായിക, മലായികത്തിന് എന്താണോ ഭക്ഷണം ആ ഭക്ഷണം തന്നെ ആയിരിക്കും ആർക്കുണ്ടാകുക? മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്കുണ്ടാകുക. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, വമാ ത്വആമുൽ മലായിക, മലായികത്തിൻ്റെ ഭക്ഷണം എന്താണ് നബിയെ? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂല് പറഞ്ഞു, ത്വആമുഹും മൻദിഖുഹും ബിത്തസ്ബീഹി വത്തഖ്ദീസ്, അവർക്കുള്ള ഭക്ഷണം എന്താണ്? തസ്ബീഹും തഖ്ദീസുമാണ്. അദ്ഹബല്ലാഹു അൻഹുൽ ജൂഅ, മലായിക്കത്തിനുള്ള ഭക്ഷണം എന്താ? മലായിക്കത്ത് ഭക്ഷണം കഴിക്കലുണ്ട് നമ്മളെ പോലെ. അവർക്ക് ഭക്ഷണങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, വികാരങ്ങളില്ല, കല്യാണം കഴിക്കലില്ല, ഒന്നുമില്ല. ഓർക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം എന്താണ്? അള്ളാഹു താലാക്ക് ചെയ്യുന്ന തസ്ബീഹും തഖ്ദീസുമാണ്. അള്ളാഹു താലാനെ പരിശുദ്ധനാക്കലും അള്ളാഹു താലാൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലും അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കലും അദ്കാറുകൾ ചൊല്ലലും, അതാണ് അവർക്ക് എല്ലാത്തിനുമുള്ളതായ പെട്രോൾ. അവർക്ക് അതാണ്. ഏതാണ്? ഈ തസ്ബീഹും തഖ്ദീസും തഹ്ലീലൊക്കെയാണ്. അപ്പോൾ അള്ളാൻ്റെ റസൂല് പറയാണ്, ഫമൻ കാന മന്ദിഖുഹു യൗമൈദിൻ തസ്ബീഹ വത്തഖ്ദീസ, ഈ മലായിക്കത്തിനുള്ള ഭക്ഷണം തഖ്ദീസും തസ്ബീഹും ആയതുപോലെ ആരെങ്കിലും അവരുടെ ഭക്ഷണം എന്താക്കി, ഓല സംസാരം എന്താക്കി, ഓല സംസാരം മൊത്തം തഖ്ദീസും തസ്ബീഹും ഉണ്ടാക്കി, ഫുൾ ടൈമിൽ ഓല സംസാരം തന്നെയാണ് അല്ലാഹു തആലാക്ക് അദ്കാറുകളും തസ്ബീഹുകളും, അത് മാത്രമായി കഴിഞ്ഞാൽ അദ്ഹബല്ലാഹു അൻഹുൽ ജൂഅ, വിശപ്പിനെ അല്ലാഹു തആല അവരിൽ നിന്ന് എന്ത് ചെയ്യും? അല്ലാഹു തആല പോക്കിക്കളയും. ഫലം യഖ്ശ ജൂഅൻ, അവർക്ക് എന്തിനെ പേടിക്കണ്ട, ഭയപ്പെടണ്ട, വിശപ്പിനെ ഭയപ്പെടണ്ട. ഒരു മനുഷ്യനെ അല്ലാഹു തആല സംവിധാനിച്ചത് മണ്ണുകൊണ്ടല്ലേ, അല്ലേ? മലായിക്കത്തിനെ അല്ലാഹു തആല സംവിധാനിച്ചത് എന്തുകൊണ്ടാണ്? പ്രകാശം കൊണ്ടാണ്. ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലായിക്കത്തിൻ്റെ അതേ ദർജയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെത്തിക്കും? മനുഷ്യന്മാരെത്തിക്കും. എപ്പോ? മലായിക്കത്ത് ചെയ്യുന്നത് പോലെ അവരെല്ലാം അല്ലാഹു തആലാക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ മലായിക്കത്തിന് വേറെ ചിന്ത ഉണ്ടോ?
ഇല്ല. എന്താണ് അല്ലാഹു തആല പറയുന്നത് അത് കേൾക്കുക. എന്താ അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യാം. എപ്പോഴും അല്ലാഹു തആലാനെ സ്മരിക്കൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ കമൻറ്റിൽ എഴുതിയതുപോലെ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ പെണ്ണെട്ടണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കണ്ടെന്നോ അല്ല. അതൊക്കെ ഉണ്ടായിരിക്കലോടുകൂടെ തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന ആരിഫീങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചവരെ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം 40 മക്കളില്ലേ? ഗൗസുല്ലാദം എനിക്ക് 40 മക്കളില്ലേ? ഇമാം ഷാഫി തങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? മുൻഗാമികളാകുന്ന ഉന്നതരായ ആരിഫീങ്ങളും ഔലിയാക്കളൊക്കെ 3ഉം 4ഉം കല്യാണം കഴിച്ച എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് മക്കളുണ്ടായിട്ട് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട്, സമ്പത്തുണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൃഷികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ മുഴുവനും അവൻ പ്രപഞ്ചനാഥനാകുന്ന പരമ്പൊരുളാകുന്ന അള്ളാഹുവിൻ്റെ പ്രണയത്തെ അവർ കണ്ടു. അതാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ. അപ്പോൾ ആരെങ്കിലും ഈ മലായിക്കത്തിൻ്റെ ദറജയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല? അദ്ഹബല്ലാഹു അൻഹുൽ ജൂഅ. ആ മണ്ണിൻ്റെ അവസ്ഥ അങ്ങ് അല്ലാഹു തആല മാറ്റും. കാരണം എന്താ? തസ്ബീഹ് നൂറാണ്, ദിക്ർ നൂറാണ്, തഹ്ലീൽ നൂറാണ്, തഖ്ദീസ് നൂറാണ്, സ്വലാത്ത് നൂറാണ്, ഇൽമ് നൂറാണ്, നിസ്കാരം നൂറാണ്, നോമ്പ് നൂറാണ്, മാതാപിതാക്കളെ പരിപാലിക്കൽ നൂറാണ്, സ്വാലിഹായ ഏതൊക്കെ അമലുകളുണ്ടോ അതൊക്കെ നൂറാണ്. ആ നൂറുകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഈ മണ്ണിൻ്റെ അവസ്ഥ ഇങ്ങനെ പോകും. ഒരു മണ്ണിൻ്റെ ഒരു പ്രകൃതി ഉണ്ടല്ലോ, മണ്ണിൻ്റെ ഒരു തബഈണ്ടല്ലോ, അതിങ്ങനെ ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല ഇങ്ങനെ എടുത്തു കളയും. അവൻ എന്തായിട്ട് മാറും? പ്രകാശ സമാനമായിരിക്കും. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലൊന്നോവർ, ഭൂമി അതെപ്പോഴും ഒരു ചുമട് എന്നോവർ. മലായിക്കത്തിനക്ക് ഭൂമിൻ്റെ മശരിക്കുന്ന മഗ്രിബിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി. മശരിക്കുന്ന മഗ്രിബിലേക്ക് മലായിക്കത്തിനക്കുള്ള ദൂരത്ര സമയം ഒരു സെക്കൻഡാണ്. ആ ഒരു സെക്കൻഡ് മതി ആർക്ക്? എന്നാൽ അത്ര വേണോ? അത്രയും വേണോ? വേണ്ട. മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഓൽക്ക് അല്ലാഹു തആല കൊടുത്തൊരു ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡിൻ്റെ മോളിക്ക് ഓൽക്ക് ഉയർച്ചല്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല എന്നാണ് ഓല് ആരോട് പറഞ്ഞത്? അള്ളാഹുവിനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓലുടെ ഈമാനിക്കൊരു വർധനവില്ല. ഓലെ ഈമാനിക്ക് അല്ലാഹു തആല വർദ്ധിപ്പിക്കോ? ഇല്ല. അത് ഒരൊറ്റ ഗ്രേഡാണ്. ആ ഗ്രേഡിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യുള്ളൂ. ആരെ ഈമാന്? മലായിക്കത്തിൻ്റെ ഈമാൻ. എന്നാൽ മനുഷ്യന്മാരെ ഈമാനോ? മലക്കൂത്ത് വരെ പോകുള്ളൂ? അല്ല. അതിൻ്റെ മുകളിലുള്ളതായ ജബറൂത്തും ലാഹൂത്തൊക്കെ കടന്നു പോകും. ആരെ? മനുഷ്യന്മാരെ ഈമാൻ. അപ്പോൾ മനുഷ്യന് സെക്കൻഡുകൾ വേണ്ട മശരിക്കുന്ന മഗ്രിബിലേക്ക് പോകാം അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ അല്ലേ, ആരാണ് ബിൽക്കീസിൻ്റെ ആ ഒരു സിംഹാസനം എത്രയും പെട്ടെന്ന് കൊണ്ടുവരാരാണ്? കാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു തരാ, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊടുന്നേരാന്ന് പറഞ്ഞു. കാലല്ലദി ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അള്ളാഹുവിൻ്റെ കിതാബിൽ പാണ്ഡിത്യമുള്ള ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു, ഞാനൊരു സെക്കൻഡ് കൊണ്ട് കൊടുന്നേരാറ്. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു തരാം ഞാൻ. കാലല്ലദി ഒരാൾ പറഞ്ഞു, ഇൻദഹു അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട് ഇൽമും മിനൽ കിതാബ്, അള്ളാഹുവിൻ്റെ കിതാബിൽ പരിജ്ഞാനമുള്ള അള്ളാഹുവിൻ്റെ ആരിഫായ വലിയ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു തരാം, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പിൽ ഞാൻ എന്ത് ചെയ്തു തരാം, കൊടുന്നേരാം. എന്താണ് ആ ദറജ? ഓൽക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം 25 കൊല്ലം ചുറ്റി നടപ്പ് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ 30 കൊല്ലമായിട്ട് അരി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഗോതമ്പുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓല ഭക്ഷണം എന്തായിരുന്നു? മലായിക്കത്തിനക്ക് എന്താണ് ഭക്ഷണം? അതന്നെയാണ് അവർക്കുള്ള ഭക്ഷണം. ഓൽക്ക് വിശപ്പില്ല. വിശപ്പില്ലാത്ത ദറജയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആരിഫീങ്ങളാകുന്ന ആൾക്കാരെ ഉയർത്തും. അത്രയെന്ന് മാത്രമല്ല, അതിനേക്കാളും വലിയ ദറജയിലേക്ക് അല്ലാഹു തആല ആരെ ഉയർത്തും? മനുഷ്യന്മാരെ ഉയർത്തും. ഉയർത്തും എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾ ആ പ്രവാചകന്റെ ഗ്രേഡിലേക്ക് ഉയരും എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകനാകുന്ന അല്ല, ആ പ്രവാചകനക്ക് അല്ലാഹു തആല എത്രമാത്രം നിഅമത്തുകൾ കൊടുത്തുക്കണോ ആ നിഅമത്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു നിഅമത്ത് അതിൻ്റെയൊക്കെ തഹത്തിലാണ് ശരിക്കും ആരുള്ളത്? ആ ഉമ്മത്തിൻ്റെ ആൾക്കാരുള്ളത്. ഇപ്പം നമ്മളെ പ്രവാചകനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനാണ് ആര്? നമ്മളെ പ്രവാചകൻ.
അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹിന്റെ മഹത്വം എത്രയുണ്ടോ അതേ മഹത്വം ഉമ്മത്തുകളിൽ വെച്ച് നമുക്കുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ മുർസലീങ്ങളിൽ വെച്ച്, പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതനായതുപോലെ ഉമ്മത്തുകളിൽ വെച്ച് ഏറ്റവും ഉന്നതരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. എന്താ കാരണം? റസൂലുള്ളാഹി തന്നെ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസ്വദിച്ച ആത്മീയമായ അനുഭൂതി അത് ആസ്വദിക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് കഴിയും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലേ, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി അല്ലേ. ഷമീമൊക്കെ തൂരിസീന പർവ്വതം എന്ത് ചെയ്യണം, അടങ്ങാറാണെങ്കിലും കയറിയിട്ടുണ്ട് അല്ലേ. ആ തൂരിസീന പർവ്വതത്തിൻ്റെ അതേ ഉയരണ്ടായിരുന്നു ഏതിനും അള്ളാഹുവിൻ്റെ നൂറ് പതിഞ്ഞ ആ പർവ്വതത്തിനും, തൂർ പർവ്വതം അല്ലേ, ആ തൂർ പർവ്വതത്തിനും തൂരിസീന പർവ്വതത്തിൻ്റെ അതേ വലിപ്പമുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ നൂറ് പതിഞ്ഞപ്പോൾ ആ 70,000 ഹിജാബിൻ്റെ അപ്പുറത്തുനിന്ന് അള്ളാഹുവിൻ്റെ നൂറ് പതിഞ്ഞപ്പോൾ ആ പർവ്വതം കരിഞ്ഞിട്ട് അല്ലേ, കരിഞ്ഞ് ചെറിയൊരു പർവ്വതമായി. അള്ളാഹിൻ്റെ നൂറ് എവിടുന്ന് 70,000 ഹിജാബിൻ്റെ അപ്പുറത്ത് തട്ടിയപ്പോൾ പർവ്വതം എത്രയോ കരിഞ്ഞ് താഴത്തേക്ക് പോയി. നമ്മൾ കണ്ട തൂരിസീന പർവ്വതത്തിൻ്റെ കളറും ആ പർവ്വതത്തിൻ്റെ കളർ പോലെ അല്ല, അതിന് കരിഞ്ഞ കളറാണ്. പക്ഷേ അത് കണ്ട ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ഒന്ന് ബോധം കെട്ടതേ ഉള്ളൂ അല്ലേ. ഖർറ മൂസ സൈഖ. മൂസാ നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, മൂസാ നബിക്ക് ഒരു ബോധം കെടൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത്രയും ഉരുക്ക് ശക്തിയുള്ള ആ പർവ്വതം കരിഞ്ഞുപോയി. മൂസാ നബിൻ്റെ ഒരു രോമത്തിനെന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. എന്താ കാരണം? അത് തലക്ക് ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല മൂസാ നബിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഖയും കടന്ന് അള്ളാഹുവിനെ കണ്ടു. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിച്ചു? റസൂലുള്ളാഹിയുടെ ബോധം കേട് എന്തെങ്കിലും സംഭവിച്ചു? ഇല്ല. അത് റസൂലുള്ളാഹിൻ്റെ ഹൈ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിലുള്ള ആൾക്കാർ വർത്തമാനം പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള സംസാരത്തിലും ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇന്ന മഈ നിശ്ചയം എന്നോട് കൂടെ ഉണ്ട്. ആര്? റബ്ബി, എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ പടച്ച റബ്ബിനെ രക്ഷപ്പെടുത്തും. എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മൂസാ നബി അലൈഹി സ്വലാം മഈ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബി എന്ന് പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂലോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആദ്യം അള്ളാഹുവിനെ പറഞ്ഞു, പിന്നെ മഅന എന്ന് പറഞ്ഞത്. മൂസാ നബി പറഞ്ഞു മഈ, എന്നോട് കൂടെയുണ്ട് റബ്ബി, എൻ്റെ റബ്ബ്. ആദ്യം മഈ എന്നുള്ള വാക്യ പറഞ്ഞത്, പിന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂലോ ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആല മഅന, ഞങ്ങളോട് കൂടെയുണ്ട്. അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് പിന്നെ മഅന എന്ന് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനിയരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, രണ്ടാളുടെയും ദർജയിലുള്ള മാറ്റാണത്. ഒരാൾ അള്ളാഹുവിനോട് അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. ആ ദർജയും കടന്നിട്ടാണ് ആരെ ദർജ ഉള്ളത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദർജ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാണ് നമ്മൾ. ആ റസൂലുള്ള ആരിലുണ്ട്? എല്ലാ ആൾക്കാരിലുണ്ട്. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളിലൊക്കെ ആരുണ്ട്? അള്ളാഹിൻ്റെ റസൂലുണ്ട്. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ആർക്കും ഉയരാൻ കഴിയും? റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിനും ഉയരാൻ കഴിയും. അവർക്കും അള്ളാഹുവിനെ ഏറ്റവും ഉന്നതമായ ഹളറത്തുൽ ഖുദ്സിൽ പോയി കാണാനും അനുഭവിക്കാനൊക്കെ കഴിയുമെന്നാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മലായിക്കത്തിൻ്റെ ദറജയിലേക്ക് എത്തി, അതും കടന്ന് ജബറൂത്തും കടന്ന് ലാഹൂത്തിലേക്ക് എത്തേണ്ട ആൾക്കാരാണ് നമ്മൾ. എല്ലാ ഹൈ ക്വാളിറ്റിയും അല്ലാഹു തആല നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയണം, ഏതാണ് എൻ്റെ ക്വാളിറ്റീസ്, ഏതാണ് എനിക്ക് ആത്മീയമായി ഉയരാനുള്ള എൻ്റെ വഴി ഏതാണ് എന്ന് ഓരോ ആളുകളും അറിഞ്ഞ് അത് കണ്ടെത്തി മുന്നോട്ട് പോകണം. അതിലൊരു മുറബ്ബിയായ ഷെയ്ഖ് കൂടിയേ തീരൂ.
ആ മുറബിയായ ഷെയ്ഖില്ലാതെ ഒരാൾക്കും തൻ്റെ ക്വാളിറ്റിയെ അറിയാനും തൻ്റെ ഹൈ പവർ അറിയാനും ഒരാൾക്കും കഴിയില്ല എന്നാണ് സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് നിർബന്ധമാണ് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, അത് ആരിഫീങ്ങൾ നിർബന്ധമാണ്. അല്ലാഹു തആല മഹാന്മാരെ വഴിയെ മുന്നോട്ട് പോകാനും ആ വഴി നടക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.